ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മുഖം ബിന്ദും കൃത്വാ കുജയുഗമധസ്തസ്യ ദദദോ ഹരാർത്ഥം ധ്യായേദ്യോ ഹരമഹിഷിതേ മന്മഥകലാ സസദ്യ സംക്ഷോഭം നയതി വനിതാ ഇത്യതി ലഘു ത്രിലോകീമപ്യാശു ഭ്രമയതി രവീന്ദു സ്തനയുഗാ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 19. അല്ലയോ പരമശിവ മഹിഷി, ബിന്ദുസ്ഥാനത്തിൽ സാധ്യയായ കാമിനിയുടെ മുഖത്തെയും തദധോഭാഗത്തിൽ 2 സ്തനങ്ങളെയും അതിൻ്റെ അധോഭാഗത്തിൽ യോനിയെയും മുഖസ്തന യുഗ യോനികളിൽ ക്ലീം എന്ന കാമബീജത്തെയും യാതൊരുവൻ ധ്യാനിക്കുന്നുവോ അവൻ ക്ഷണത്തിൽ സ്ത്രീകളെയെല്ലാം മോഹിപ്പിക്കുന്നുവെന്നത് അതിനിസ്സാരമാകുന്നു. സൂര്യചന്ദ്രന്മാരാകുന്ന 2 സ്തനങ്ങളോടുകൂടിയ ത്രിലോകി എന്ന സ്ത്രീയെയും കൂടി വേഗത്തിൽ ഭ്രമിപ്പിക്കുന്നു. ശിവന്റെ പ്രിയതമയായ ദേവി ഏത് സാധകനാണോ ആ തിരുമുഖത്തെ ബിന്ദുരൂപമായിട്ടും അതിന് താഴെ സ്തനങ്ങൾ, അതിന് താഴെ ത്രികോണങ്ങൾ എന്നിങ്ങനെ സങ്കല്പിച്ച ആ ത്രികോണത്തിൽ ദേവിയുടെ കാമകലാബീജത്തെ ധ്യാനിക്കുന്നത്, ആ സാധകന് അസാധ്യമായി ലോകത്തിൽ ഒന്നുമില്ലെന്ന് സാരം. ജഗജ്ജനനിയും ജഗന്മംഗള സ്വരൂപിണിയുമായ അമ്മേ, ഞങ്ങളിതാ നമസ്കരിക്കുന്നു. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.